ഹായ്, എല്ലാവർക്കും ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് പോകുന്നത്, ഞാനും സുൽബായും കൂടെയാണ് പോകുന്നത്. ഞങ്ങളിന്ന് പോകുന്നത് കാളികേശം, തമിഴ്നാട്ടിൽ കാളികേശം എന്നൊരു സ്ഥലത്താണ് പോകുന്നത്. അവിടെ വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നല്ല വേനലൊക്കെ ആയിട്ട് വെള്ളം ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് പോയി സുൽബായി ഇവിടെ വെടിവെച്ചങ്കോവിൽ വരുന്നുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇവിടെ പെരിങ്ങമ്മലാണ് നിൽക്കുന്നത്. എന്തായാലും അങ്ങോട്ടുള്ളൊരു യാത്ര, അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം. ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ വന്ന് ഹൈവേയിലായിട്ട് ഇവിടെ വെടിവെച്ചങ്കോവിൽ എന്ന സ്ഥലമുണ്ട്. ആ വെടിവെച്ചങ്കോവിൻ്റെ അടുത്തായി. സിഗ്നലൊന്നും ആയില്ല, 8 മണിയാകുമ്പോഴേ സിഗ്നലൊക്കെ ആവില്ല. സിഗ്നലൊന്നും ആയില്ല. സുൽബായി എത്തിയിട്ടില്ല. പിന്നെ കരമന നിൽക്കുന്നതാണ് പറഞ്ഞത്. കരമന നിന്ന് ബസ് കയറേ ഉള്ളൂ, കയറിക്കാണുള്ളൂ. അപ്പം എവിടെയെങ്കിലും ഒതുക്കാം. വരുമ്പോൾ ബസ് സ്റ്റോപ്പ്, ഇതിൻ്റെ നമ്മളിങ്ങോട്ട് പോകുന്ന ബസ് സ്റ്റോപ്പ് കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പം തന്നെ ഇവിടെ നിൽക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഒന്നിച്ച് യാത്ര തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് പാറശാലയിൽ നമ്മളിങ്ങോട്ട് ഇത് നോക്കിയപ്പോൾ കണ്ടതാണ് ഒരു അമ്പലമുണ്ട്, മലയടി ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതാണ്. ഇവിടെ എത്ര പടിയുണ്ടെന്ന് പറഞ്ഞാൽ? 238. ഇവിടെ ഇത് കയറണമെന്നുണ്ടെങ്കിൽ 238 പടിയുണ്ട്. ഒരു വലിയൊരു മലയുടെ മേളിലാണ് ഇരിക്കുന്നത്. അത് ഇരിക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. അപ്പോൾ 238 പടിയുണ്ട്. അതിൽ ഞങ്ങളിതിപ്പം ഒരു 10 പടി കയറിയതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. എന്നാലും ഇത് കയറാനുള്ള വഴിയാണ് ഇത് കണ്ട. സുൽബായി അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് അത്രയും കയറണം. അവിടെ എന്തായാലും ഇതുവരെ വന്നില്ലേ, അതൊന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചാൽ, കയറിയിട്ട് അങ്ങോട്ട് കാളികേശം പോകാമെന്നുള്ള പ്ലാനാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴും അറിയാൻ പറ്റിയതാണ് ഈ അമ്പലം ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റിയതാണ്. ഇതിൻ്റെ മേളിൽ ബൈക്ക് ഇരിക്കണം കേട്ടോ. ഉണ്ട്. ഇതെന്തായാലും ഇച്ചിരി പഴക്കമുള്ളൊരു അമ്പലമാണെന്ന്. അല്ലേ, ഇത് പഴക്കമുണ്ട്. പഴക്കമുണ്ട്. ഈ പടികളെല്ലാം തന്നെ ഈ പാറയിലാണ് എല്ലാം വെട്ടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കണ്ടു, ഇവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്താ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ അവിടുന്ന് റോഡെന്താ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു 100 പടി കൂടുതലാവില്ലേ? 100 പടി കൂടുതലായി. രാവിലെ ആയതുകൊണ്ടാണ് ഫുഡൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇങ്ങനെ ഒരു ഇനി ഇതാ ഇവിടെ ഇത്രയും കൂടെ ഉണ്ടാണ്. ഇനി ഇത്രയല്ല, ഇനി എൻ്റെ പാതിയും കൂടെ ഉണ്ട്. അന്ന് കയറി എൻ്റെ പാതിയും കൂടെ ഉണ്ട്. അമ്പലം ഇതാ ഉണ്ടോ? അമ്പലത്തിൻ്റെ അവിടെയാണ് ഇരിക്കുന്നത്. ചൂണ്ടാൻ പാടില്ലെന്ന് അവിടെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിങ്ങനെ കറങ്ങി പോകണം. വേണ്ട, ഇനി എൻ്റെ ഒരു പാതിയും കൂടെ കയറിയ നമുക്ക് എൻ്റെ മേളിലെത്താം. ഞങ്ങളതാണ്ട് കുറച്ച് കഴിഞ്ഞ് ടോപ്പ് എത്തിയിട്ട് എൻ്റെ അമ്പലത്തിൻ്റെ ഇവിടെ എത്താറ്. അമ്പലം എന്താ അവിടെ കാണുന്നത്, ഇവിടെ എത്താറേ. അവിടെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു കാഴ്ച ഉണ്ട്. ഓക്കെ, ഉണ്ട്, അടിപൊളി കാഴ്ച കേട്ടോ. കാരണം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറമാണ് കേരളം. രണ്ടിൻ്റെ ഒരു ബോർഡറിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കണ്ട ഈ അമ്പലത്തിനടുത്ത് തന്നെ ഒരു കുളമുണ്ട് കേട്ടോ. നോക്കി, അത് ഈ പാറയിലാണ്. ഈ അമ്പലം ഇരിക്കുന്നത് തന്നെ പാറയിലാണ് കേട്ടോ. ആ പാറയിൽ എൻ്റെ അവിടെ ഉള്ള ഒരു കുളമാണ് കേട്ടോ. ഇപ്പോഴും നല്ല വേനലിൽ അത് വറ്റാതെ കിടപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് ഇറങ്ങാമായിരുന്നു, പക്ഷേ ഇറങ്ങാനില്ലാന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇറങ്ങാൻ തന്നെ ഇതൊരു പടിയുണ്ട്. ഇതുവഴിയുള്ളൊരു പോകാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഒരു പടിയാണെന്നുണ്ടോ, ശരി, പടി കണ്ട കല്ലിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അവിടെ നല്ല രസമുള്ളൊരു കുളം കണ്ടോ. ഇതാണ് അമ്പലം കേട്ടോ. അത് നമ്മൾ അവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഇതാണ് മെയിൻ അമ്പലം കേട്ടോ. അതായിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റും നിന്നുള്ള കാഴ്ചകൾ കണ്ടോ. ഞാൻ നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു കാര്യം കാണിച്ചിട്ട് കണ്ടോ. അങ്ങോട്ട് ഏറ്റവും ദൂരം കണ്ടോ. അങ്ങോട്ട് നോക്കി ഒരു ചർച്ച കണ്ടോ. ചർച്ച ഏതാണെന്ന് അറിയത്തില്ല. അത് അവിടെ ഈ അമ്പലത്തിനവിടെ നല്ല കാഴ്ച കണ്ടോ. ഇത്രയും ദൂരെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത് കേട്ടോ. ബാക്കിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മേളിൽ ഇറങ്ങിയതാണ്ട് സുൽബായി അവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ നല്ല കുറച്ച് ആൾക്കാർ 2 പേര് അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. ഇത്രയും കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്.
എങ്കിലും നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് കയറി ഇറങ്ങില്ല. അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറി ഇറങ്ങി. അപ്പോൾ എന്തായാലും ഇനി അടുത്ത സ്ഥലത്തോട്ട് ഇനി അടുത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്, കാളികേശം. അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങളുടെ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു റബ്ബറിൻ്റെ ഒരു ഇത് കണ്ടു. നല്ല രസമുണ്ട്. രണ്ട് സൈഡിൽ റബ്ബറും. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ലൊരു തണുപ്പുള്ളത്. ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ കയറി കാപ്പിയൊക്കെ കുടിച്ചേട്ടാ. അപ്പോൾ അവിടെ ഭയങ്കര ചൂടായിരുന്നു. പട്ടി പോകുന്നു, ഒരു പട്ടി വേറൊരു പട്ടി ഓടിച്ചോണ്ട് പോകുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു തണുപ്പുണ്ട്. തണുപ്പ് തന്നെ ഒരുപാട് മരങ്ങൾ. അങ്ങനെയാണ് നല്ല രസമുള്ളൊരു പിന്നെ വീട്ടിലോട്ട് കയറി. ഇനി കാളികേശം ഒരു 24 കിലോമീറ്റർ വരില്ലേ? 18 ഇനി ഒരു 18 കിലോമീറ്റർ കൂടെ കാളികേശം. ചിലപ്പോൾ നമ്മളൊരു പ്ലാൻ ചിലപ്പോൾ മാറ്റാൻ ചാൻസ് ഉണ്ട്. കാളികേശം കണ്ടിട്ട് ചിലപ്പോൾ കന്യാകുമാരി പോകാം. ചിലപ്പം ഉണ്ട് പ്ലാൻ. എന്തായാലും അവിടെ പോയി നോക്കിയിട്ട് തീരുമാനിക്കും. അങ്ങോട്ടേക്ക് ഒരു മലയൊക്കെ കാണുന്ന നല്ല രസമുണ്ട്. മഴ സമയത്ത് ഇവിടെ കുറച്ച് നല്ല രസമായിരിക്കും. മഞ്ഞിൻ്റെ ഇതൊക്കെ വരും. അപ്പോൾ ഞങ്ങളിത് ഇപ്പം കാളികേശം ഇങ്ങോട്ട് കയറി ഇതൊക്കെ അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി. ആൾക്കാരാണ് അങ്ങനെ എന്താ ഇനി ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ തന്നെ കാടി തന്നെയല്ലേ ഇത്? രണ്ട് സൈഡും കാണാണ്. കുറച്ച് അങ്ങോട്ട് കുറച്ച് വീടുണ്ടായിരുന്നു. ബാക്കി ഇങ്ങോട്ട് കാടാണ്. അവിടെ എത്തുമ്പോൾ അറിയാം അവിടെ വെള്ളമുണ്ടോ, കുളിക്കാൻ പറ്റുമോ? വെള്ളമില്ല. എന്തായാലും വെള്ളമില്ല. വെള്ളം കുറവില്ല. നോക്കാം. വന്ന സ്ഥിതിക്ക് നമുക്കിവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. ഇനിയിപ്പം മഴയുള്ള സമയത്ത് വരണം, വെള്ളമുള്ള സമയത്ത്. അങ്ങനെ ഞങ്ങൾ കാളികേശം അവിടെ എത്തിയിട്ട് ഇതാണ് എൻ്റെ റൂമൊക്കെ. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ റൂമൊക്കെ ഉണ്ട്. ഇതാണ് റൂമൊക്കെ. ചെക്ക് പോസ്റ്റ് പൈസ അടയ്ക്കേണ്ടി വരും. ക്യാഷ് അടച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. എന്തായാലും പോയി നോക്കി തരാം. ഞാൻ അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കാളികേശം ഇവിടെ എത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പം ഇവിടെ പാസ് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കേണ്ടതാണ്ട്. സുനിൽഭായി അവിടെ നിൽപ്പുണ്ട്. അവിടെ കുറച്ച് തിരക്ക്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് തിരക്കായിരുന്നു. ഇതാണ് ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിന് പൈസ അടച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ക്യാൻറ്റീനാ? ഫുഡൊക്കെ എന്താ ഊണൊക്കെ ഉണ്ടോ? പിന്നെന്താ പറഞ്ഞ ചെമ്പരത്തി ജ്യൂസാ? ജ്യൂസും ഉണ്ട്. എങ്ങനെ അത് റേറ്റ്? ചായ 15 രൂപ, ജ്യൂസ് 25 രൂപ. നമുക്ക് ഇവിടെ ക്വാർട്ടേഴ്സ് ഒക്കെ ഇപ്പം ഉണ്ടോ? ഇപ്പം എത്രയാണ് എൻ്റെ റേറ്റ് ഒക്കെ അതറിയാമോ? ഓൺലൈൻ കുക്കിംഗ് AC 2250, നോൺ AC 1500. അങ്ങനെയാണല്ലേ? ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പം കുറച്ച് റേറ്റ് കൂടുതൽ കാണിച്ചു. അതാണ് ചോദിച്ചത്. 4000 രൂപ കാണിച്ചു. അത് വേറെ അതെവിടെയാണ്? അത് നിങ്ങൾ കുളിക്കാൻ പോകണല്ലേ അമ്പലം? അകത്താണ്. അപ്പൊ ഈ സ്ഥലം എക്കോ പോയിന്റ്. എൻട്രൻസ്. അപ്പൊ ഇവിടെ നമുക്ക് നൈറ്റ് സ്റ്റേ ചെയ്ത ഫുഡൊക്കെ കിട്ടും. നോക്കും നൈറ്റ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബുക്ക് ചെയ്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കൊരു ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞാൻ വന്നിട്ട് പറയാം. അല്ല ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരുന്നു. ഓക്കെ. ശരി. എത്ര മണി വരെ ഉണ്ട്? അതുവരെ ഇരിക്കുമോ? പേരെന്നാ? ശാന്തി. ഇവിടെ തന്നെ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെ. ശരി. ഇത് റൂമിൻ്റെ ഒരു ക്വാർട്ടേഴ്സ് ഒരുപാട് ഉണ്ട് കേട്ടോ. പിന്നെ ആക്ച്വലി ഇവിടുത്തെ റേറ്റ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്നറിയാമോ? ഇവിടെ AC ക്ക് 1500, മറ്റേ എല്ലാത്തിനും 1000 എന്നാണ് പറഞ്ഞത്. ഇതിന് കുറച്ച് അപ്പുറത്തുണ്ട്. നമ്മളിപ്പം പോകുന്ന കാളികേശം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് ഈ 4000 രൂപ ഉള്ളത്. ഇവിടെ കണ്ടോ, ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് മഴ സമയത്തൊക്കെ ഇവിടെ നല്ല വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല വെള്ളമുണ്ട്. കാരണം ബോട്ടൊക്കെ എടുത്ത് കരയിൽ വെച്ചിരിക്കണ്ടോ. ഇപ്പം വെള്ളമില്ല, ഒന്നുമില്ല. നോക്കി കണ്ടോ.
മഴ സമയത്ത് നല്ല വെള്ളം കയറി കിടക്കുമെന്നാണ് പറയുന്നത്. അതിൽ കുട്ടവഞ്ചി പോലത്തതൊക്കെ ഉണ്ട്. കണ്ടാൽ കുട്ടവഞ്ചിയുണ്ട്. പക്ഷെ നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇവിടെ നിന്നുള്ള. പിന്നെ മഴ സമയത്ത് ഇവിടെ ക്യാൻറ്റീനുണ്ട്. നമ്മളിവിടെ റൂമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്യാൻറ്റീനിൽ നമുക്ക് ആഹാരമൊക്കെ അവർ വെച്ച് തരുന്നുണ്ട്. ഊണുണ്ട്, പിന്നെ ചെമ്പരത്തി ഇതുണ്ട്, ചായ ഉണ്ടെന്ന് പറയണത്. ചെമ്പരത്തി ജ്യൂസുണ്ട്, അതിനൊക്കെ 15 രൂപയുള്ളൂ. ഇവിടെ ചെമ്പരത്തി ജ്യൂസൊക്കെ ഉണ്ടെന്ന് കേട്ടോ, അതിനൊക്കെ 15 രൂപയുള്ളൂ. ചെമ്പരത്തി തേയിലയുണ്ട്, അതിനൊക്കെ 10 രൂപയൊക്കെ ഉള്ളൂ. അവർ വേണമെന്ന് ചോദിച്ചത് ചെമ്പരത്തി ഇട്ട് തരും. ചെമ്പരത്തി ജ്യൂസ്. പക്ഷെ എന്തായാലും നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ക്യാൻറ്റീനിലോ നല്ല രസമുള്ള. പക്ഷേ മഴയത്ത് വരുന്നതാണ് ഇവിടെ ഏറ്റവും കുറച്ച് നല്ലത് അല്ലേ? അല്ലെങ്കിൽ വെയിലായാൽ നമ്മൾ വെയിലായിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല. നമുക്ക് മഴ ഇതൊക്കെ ഇവിടെ റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ റൂമൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് അതുപോലെ വെള്ളമില്ല, അങ്ങനെ പോയിട്ടും കാര്യമില്ല. അപ്പോൾ ഇതിന് പാസിന് എത്ര രൂപയായി? 110 രൂപ. ഒരാളിന് 30 രൂപ വെച്ചും കാറിന് 50 രൂപ. ഞങ്ങൾ ഇവിടെ നിന്ന് പാസ് എടുത്ത കേട്ടോ. ഒരാൾക്ക് 30 രൂപ, അങ്ങനെ 60 രൂപ. കാറിന് 50 രൂപ, അങ്ങനെ 110 രൂപയായി. പിന്നെ ഇവിടെ സ്നാക്സ് ഐറ്റങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അത് സംബന്ധിച്ചിട്ട് പഴവും അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതെടുത്ത് ഞങ്ങൾ ഇവിടെ ക്യാൻറ്റീനിൽ വെച്ചിട്ടാണ് പോണത്. കാരണം ഞങ്ങൾ വണ്ടി ഇത് അവിടെ കിടക്കുകയാണ് ഫ്രണ്ടിൽ. ബാക്കി കുറേ വണ്ടികൾ വന്നു. അപ്പോൾ അത് തന്നേക്ക് ഒരുപാട് വണ്ടിയായിപ്പോയി. അപ്പോൾ അവർക്ക് പോകാൻ സ്ഥലമില്ല. അപ്പോൾ അതൊന്നും എടുത്ത് മാറ്റി കൊടുക്കണം. എന്തായാലും അങ്ങോട്ടോട്ട് അടുത്ത കാഴ്ചകളുമാണ്. ചെക്ക് പോസ്റ്റ് തുറന്നു. ബസ് കാണിച്ചപ്പോൾ ചെക്ക് പോസ്റ്റ് തുറന്നു. കാരണം ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് കുറച്ച് തിരക്കായിപ്പോയി. വണ്ടി അവിടെ ഫ്രണ്ടിൽ കിടന്നുകൊണ്ടാണ് ഓടി വന്നത്. ഞാനൊക്കെ കാണിച്ചാലും കണ്ട കാറുകൾ പോകണമുണ്ടോ, വളരെ സ്ലോയിലാണ് പോകണം. കണ്ട അത്രയും സ്ലോയിലേ പോകാൻ കൂടും, ഇല്ലെങ്കിൽ അടി തട്ടും. അല്ല, പക്ഷേ വെള്ളം കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബൈക്കിൽ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ബൈക്കിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ. മഴയൊക്കെ വേണമെങ്കിൽ വെള്ളം ഉണ്ടെങ്കിലേ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും കാഴ്ച. നമ്മളതാ ആ റോഡിൽ കൂടെ പോവുകയാണ് കേട്ടോ. ഈ പൈസ വാങ്ങിച്ചതൊന്നും റോഡിൽ കാണാനില്ല അല്ലേ? പൈസ വാങ്ങിച്ചതൊന്നും ഇല്ല. റോഡ് വളരെ മോശമാണ്. ഇങ്ങോട്ട് വരണമെങ്കിൽ ഓഫ് റോഡ് നല്ല വണ്ടികളൊക്കെ വേണം. പാറകളൊക്കെ ഇളകി കിടക്കുകയാണ്. അയ്യോ, ഞാൻ ഓഫ് ചെയ്ത് ക്യാമറ ഓഫ് ചെയ്തത്. ഇങ്ങോട്ട് 2 റോഡ് കാണുന്നുണ്ട്. അങ്ങോട്ടെന്താണ് അതെന്താ? ഇത് പൈൻ മരങ്ങൾ പോലെ ഇരിക്കും അല്ലേ? ഇങ്ങോട്ടൊക്കെ കയറി ഇടാൻ പറ്റും. വണ്ടി പോയി സമ്മതിക്കില്ല. കമ്പിയാണ് കെട്ടിയിട്ടുണ്ട്. കമ്പിയില്ല, കമ്പിയൊന്നുമില്ല, കല്ല് മാത്രമേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ആക്ച്വലി ഇതാ ഇവിടെ കാളികേശം എത്തി കേട്ടോ. ഇവിടെ നിന്ന് അവിടെയാണ് വണ്ടി പാർക്ക് വയ്ക്കുക കേട്ടോ. അവിടെ കണ്ട് വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് കാളികേശം. അതുകൊണ്ട് ഈ റോഡ് വഴി നമുക്ക് ഇതാ കാണുന്നില്ല, ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഇത് വഴി നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റും. കാറൊക്കെ പോകുന്നുണ്ട് കേട്ടോ, കാറ് പോകും, ബൈക്കും എല്ലാം പോകുന്നുണ്ട്. വെള്ളം കുറവാണ്, പക്ഷേ ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇവിടെ കൊണ്ട്. ലേഡീസൊക്കെ ഒരുപാടുണ്ട്, അതാണ് എടുക്കാൻ കുറച്ച് ഇതാകുന്നത്. പിന്നെ കാളികേശത്ത് വന്നു കേട്ടോ. അതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, എല്ലാവരും കുളിക്കുന്നുണ്ട്. സിൽബായി അവിടെ കൊണ്ട് കുളിച്ചിട്ടില്ല, അവിടെ ചെയ്യാനുണ്ട്. ഞാനത് ഒരുപാട് മീനുണ്ട്, വലിയ വലിയ മീനുണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് മുങ്ങി നോക്കാം. മുങ്ങളില്ല, മുങ്ങാനുള്ള വെള്ളം ഇല്ല. എന്നാലും കയ്യിൽ ഫോൺ ക്യാമറ ഇരിക്കണ്ടേ, അഴിച്ചൊരു പാടാണ്. എന്തായാലും മഴ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടാണ്. ഒരുപാട് പാറയും വരും, വഴുക്കലും ഉണ്ട്. കാലിൽ മീനൊക്കെ കൊത്തുന്നു കേട്ടോ. ഭയങ്കര ഇത് വലിയ മീനുണ്ട്, ചെറിയ മീനുണ്ട്, ഒരുപാട്. കാലിൽ വന്നിങ്ങനെ കുത്തി ഉണ്ട്, ഒരു വട്ടം കിടക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഞാനൊരു സൈഡിലിട്ട് കൊണ്ടാണ്. ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഇവിടെ വന്നിങ്ങനെ കിടന്നു. അടിപൊളിയാണ് കേട്ടോ.
ഒരു മഴയത്തൊക്കെ ഒരു മഴ സീസൺ നല്ല ഫുൾ മഴ അതെല്ലാം അല്ലാത്ത നല്ലൊരു സീസണിലൊക്കെ വന്ന് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഒരുപാട് പേര് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലം. കൊച്ചു കുട്ടിയൊക്കെ കാര്യം കുറച്ചുകൂടി നല്ല രസമായിരിക്കും. ഇതുപോലെ വെള്ളം കുറവായതുകൊണ്ട് വന്ന് ഇതുപോലെയൊക്കെ ഒന്ന് കുളിച്ചൊന്ന് എൻജോയ് ചെയ്തിട്ട് പോവാം. കേട്ടോ ആ കാണുന്ന കേട്ടോ ഞാൻ ഈ കിടക്കുന്നതിൻ്റെ നേരെ കാണുന്ന കേട്ടോ അമ്പലം കേട്ടോ. അതാണ് മെയിൻ അമ്പലം. ഈ 6 കടന്ന് വേണം ഇപ്പുറത്ത് കണ്ടോ. അതിപ്പോൾ ഞാൻ കിടക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഈ സൈഡിലായിട്ട് വരും വേറൊരു അമ്പലം. അതൊരു ചെറിയൊരു അമ്പലമാണ്. അങ്ങനെ ഇവിടെ 3 അമ്പലമുണ്ട്. 6 അക്കരക്കരയിൽ 2 അമ്പലവും നമ്മൾ വന്നിറങ്ങുന്നതിൻ്റെ അവിടെ ഒരു അമ്പലമാണ് കേട്ടോ. അതിൻ്റെ നടുക്കൂടെയാണ് ഈ 6 ഒഴുകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണി മുതൽ 3 മണി വരെ ഉള്ളു പ്രവേശനം. ഇവിടുന്ന് 3 മണിക്ക് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 3 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് അലോഡുമല്ല. രാവിലെ 9 മണിക്ക് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റും. പിന്നെ കാലാവസ്ഥ എന്തെങ്കിലും മോശമാണെങ്കിൽ കാരണം മഴയോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ടുള്ള യാത്ര ഇങ്ങോട്ട് അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് അത് പിന്നെ ഇവിടെ റൂമുണ്ട്. റൂം ഞാൻ നേരത്തെ കാണിച്ചില്ല. അവിടെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരാം. അവിടെ എ സിക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, എ സിക്ക് 1500, എ സി നോൺ എ സിക്ക് 1000 ഉണ്ട്. ബുക്ക് ചെയ്യും. ക്യാൻറ്റീനുണ്ട്. ഞങ്ങൾ പറയുന്ന ഫുഡ് അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കാളിയാശത്ത് നിന്ന് കുളിച്ച് ഇവിടെ വന്നു. രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോയില്ലേ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുന്നത്. അതാണ് ക്യാൻറ്റീനാണ് കേട്ടോ. ഈ ക്യാൻറ്റീൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ ഊണാ കഴിച്ചത്. നല്ല അടിപൊളി ഊണായിരുന്നു. 160 രൂപ 2 രൂപ ഊണായത്. പിന്നെ രസം, സാമ്പാർ, മോര്, അവിയൽ, അച്ചാർ ഇതെല്ലാം ഉണ്ട്. നല്ല അടിപൊളി ഊണായിരുന്നു. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇവിടെ നിന്ന് കഴിക്കാനുണ്ട്. ഇവിടെ ഇരുന്ന് ആൾക്കാരെ കഴിക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അതെല്ലാം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടാക്കാം. ഇവിടുന്ന് വാങ്ങിക്കാനും പറ്റും. നമുക്ക് ഇവിടുന്ന് വലിയ റേറ്റ് ഒന്നും ഒരുപാട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഒരു അടിപൊളി ഒരു ടേസ്റ്റുള്ള ഒരു കാര്യം കേട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ജ്യൂസാണ്. ഇതൊരു ചെമ്പരത്തി ജ്യൂസാണ്. ചെമ്പരത്തി ജ്യൂസുണ്ട്, ചെമ്പരത്തി കൊണ്ടുണ്ടാക്കിയ തേയിലയുണ്ട്. ഇവിടെ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഒന്നിന് 25 രൂപയാണ് ഈ ജ്യൂസിന്. തേയിലയ്ക്ക് 15 രൂപ. നല്ലൊരു അടിപൊളി കേട്ടോ. അതൊന്ന് കുടിച്ചു നോക്കാം. ഒന്നില്ല സൂപ്പർ കേട്ടോ. നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ ഇതിന്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടാണ് എന്തായാലും. ചെമ്പരത്തി പൂ ചൂടുവെള്ളത്തിലിട്ട് നല്ല തിളപ്പിച്ചിട്ട് പിന്നെ പുറത്തെടുത്തിട്ട് നാരങ്ങ പൾച്ച നാരങ്ങ ഉണ്ടല്ലേ അത് ആവശ്യത്തിന് കുറച്ച് അതിന് പൊടി തേനാണ് പറ്റിയത്. നമുക്ക് കടയിൽ തേൻ പറ്റില്ല. ശനിയാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇതല്ലേ. ഇതിപ്പം റെഡിയാക്കി വെക്കാണ് നാളത്തേക്ക്. അല്ല ഇതിൽ ഇങ്ങനെ കൊടുക്കാൻ ചായ ചെമ്പരത്തി ചായ കൊടുക്കുന്ന ബാലൻസ് നമ്മൾ ജ്യൂസിനാണ്. ഈ ചായക്ക് ഇതിനകത്ത് തേയിലല്ല ആഡ് ചെയ്യും. ഈ ചെമ്പരത്തി മാത്രം. അതിലെ മറ്റേ ഇതില്ല, നാരങ്ങയില്ല. നാരങ്ങ ഇട്ടാൽ തന്നെ സാർ ഈ കളർ കിട്ടും. വയലറ്റ് ഈ കളറിലിരിക്കും. നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലും കോൺടാക്റ്റ് ആയിട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ KMTR എന്നുള്ളൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. ഇവിടെ ബുക്ക് ചെയ്യാൻ ഇവിടെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഇവിടെ ഒരുപാട് ക്വാർട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ബുക്ക് ചെയ്യാം. ഇതുപോലെ ഇപ്പം ഞങ്ങൾ കഴിച്ചതുപോലെ ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനിൽ കഴിക്കാം. രാവിലെ 12 മണിക്കാണ് 10 മണിക്കാണ് ചെക്കൗട്ട് 12 മണിക്കാണ്. അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് ഒന്ന് താമസിച്ചിട്ട് ഇതാണ് ഇവിടുത്തെ കാളികേശം എക്കോ ക്യാമ്പ് ഉണ്ട്. ഇവിടെയാണ് ബോർഡ് ഉണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അല്ലെങ്കിൽ KMTR എന്നുള്ള സൈറ്റ് ഉണ്ട്. ആ സൈറ്റ് വഴി ബുക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റും. AC ഉണ്ട്, നോൺ AC റൂമൊക്കെ ഉണ്ട്. ഇതാണ് ഈ താമസിക്കാനുള്ള കോട്ടേജ്. കണ്ട ഇത് കുറച്ചൊക്കെ കാര്യമാണ്. കുറച്ച് അങ്ങോട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ കഴിച്ചത് നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ഫുഡും കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അവിടെ പോയി കാളികേശത്ത് അവിടെ പോയി കുളിക്കാനും പറ്റും. ഇതുവഴി പോകുന്ന ഒരു ബസ്സാണ് കേട്ടോ. ഒരൊറ്റ ബസ്സേ ഉള്ളൂ. ഇത് രാത്രി 8 മണിക്ക് ദിവസം ഇവിടുന്ന് ലാസ്റ്റിൽ പോകുന്നതാണ്. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഈ ബസ് അവിടെ കിടക്കുകയുണ്ടായിരുന്നു കാളികേശത്ത്. ഇപ്പോൾ ആ ബസ് പോകാൻ വേണ്ടി ഒരു ചെക്ക് പോസ്റ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം 8 മണി വരെ ഉണ്ട്. രാത്രി 8 മണി വരെ ഈ ബസ് സർവീസ് നടത്തുന്നുണ്ട്.